എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെജിറ്റേറിയൻ മാംഗോ സൂപ്പാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണിത്. പ്രത്യേകിച്ച് വിന്റർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സൂപ്പ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമ്മൾ വെജിറ്റബിൾ മാംഗോ സൂപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയൊരു പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പകുതി ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്, ഒരു സവാളയും ഒരു കഷ്ണം സെലറി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ ജിഞ്ചറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് വെജിറ്റബിൾ മാംഗോ സൂപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വെജിറ്റബിൾ സ്റ്റോക്കാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. വെജിറ്റബിൾ സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എന്താ നമ്മുടെ സോസ് പാനിൽ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ബേ ലീഫാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, സവാള, സെലറി. ഇതെല്ലാം കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1 കപ്പ് വെജിറ്റബിൾസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിന്ന് അതിൻ്റെ സ്റ്റോക്ക് മാത്രം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളെല്ലാം ചേർത്ത ശേഷം നന്നായി ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൽ നിന്നും ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എടുത്തു മാറ്റാം. നന്നായി തിളയ്ക്കുന്നവരെയാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത്, അല്ലാതെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ വെജിറ്റബിൾ സ്റ്റോക്കെല്ലാം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഈ നൂഡിൽസും ചേർത്തൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് വിടുവിച്ചെടുക്കാം. എന്താ നമ്മുടെ നൂഡിൽസും കുക്കായിട്ടുണ്ട്. നമുക്കിതിന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനത്തെ നൂഡിൽസ് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ബോയിൽ ചെയ്തിട്ടുള്ള നൂഡിൽസ് നമുക്ക് ഈ കോൺഫ്ലവർ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഞാനിത് 1 പിടി നൂഡിൽസാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി ഈ കോൺഫ്ലവറുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ നൂഡിൽസും കോൺഫ്ലവറുമായിട്ട് നന്നായി മിക്സായി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനത്തെ എണ്ണ എല്ലാം ചൂടായോ എന്നുള്ളത് നോക്കാം. ചൂടായി വരുന്നുള്ളൂ. അതിനത് എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനത് കംപ്ലീറ്റ് നൂഡിൽസും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് മാംഗോ സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഈ സൂപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഇത് ബട്ടറൊക്കെ ഒരുവിധം മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗാർലിക്കാണ് ചേർക്കുന്നത്. ഞാനൊരു 5 വെളുത്തുള്ളിയാണ് പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട്.
പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ ചേർക്കുന്നത് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, പിന്നെ ചേർക്കുന്നത് ബീൻസ് പൊടിയായി അരിഞ്ഞത്, പിന്നെ ചേർക്കുന്നത് കാബേജ് പൊടിയായി അരിഞ്ഞത്, പിന്നെ ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ചേർക്കുന്നത് സെലറി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിനകത്ത് എല്ലാ വെജിറ്റബിൾസും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനി വല്ലാണ്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർക്കാം. ആദ്യം ചേർക്കുന്ന ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി സോസാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് സോയാ സോസാണ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾ സ്റ്റോക്കിൽ ഉപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നോക്കിയ ശേഷം വേണം ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതുപോലെ സോയാ സോസിലും ഉപ്പുള്ളതാണ്. ഇനി നന്നായൊന്ന് ബോയിലാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എന്താ നമ്മുടെ മഞ്ച സൂപ്പൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് വെജിറ്റേറിയൻ മാഞ്ചോ സൂപ്പ്. അങ്ങനത്തെ നമ്മുടെ മാഞ്ചോ സൂപ്പ് കോൺഫ്ലവർ ചേർത്ത ശേഷം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് അല്പം സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടാണ്. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റേറിയൻ സൂപ്പാണ് ഈ മാഞ്ചോ സൂപ്പ്. അങ്ങനത്തെ ഞാൻ മാഞ്ചോ സൂപ്പ് ഒരു സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ വിൻ്റർ സമയത്തോ അല്ലെങ്കിൽ ഫീവറൊക്കെ വരുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് വെജിറ്റേറിയൻ മാഞ്ചോ സൂപ്പ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.